RRR സിനിമയിലെ കുറച്ച് ഫൈറ്റ് രംഗങ്ങളുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫസ്റ്റ് ചവിട്ട് ഇതാണ്. അതായത് രാം ചരൺ ഓടിക്കൊണ്ട് വന്നിട്ട് ചാടി തിരിഞ്ഞതിന് ശേഷം ഈ അറിയാം ഒന്നുകൂടെ ചാടി തിരിഞ്ഞിട്ട് ഈ അറിയാം. അപ്പം ഇങ്ങനെ ഒരു നമ്മൾ അടിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഒരാൾ ഓടിക്കൊണ്ട് വന്നിട്ട് നേരെ ചവിട്ടുന്നതിന് പകരം ഇവിടെ നിന്ന് തിരിഞ്ഞ് ചവിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചവിട്ടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കളരിയിൽ ഓരോ ഫൈറ്റുകൾ ചെയ്യുമ്പോൾ സാധാരണ എതിരാളിയിൽ നിന്ന്, അതായത് മാറ്റാനിൽ നിന്ന് തിരിഞ്ഞ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുന്നത് അത് കുറച്ച് അപകടം പിടിച്ചതായതുകൊണ്ടാണ് തിരിഞ്ഞ് ചെയ്യാത്തത്. എന്നാലും അപൂർവം ചില കാര്യങ്ങൾ തിരിഞ്ഞ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിഞ്ഞ് ചെയ്യുമ്പോൾ ഒരു മേന്മയെന്ന് പറയുന്നത് ഈ എതിരാളി ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഒരു മൈക്രോ സെക്കൻഡ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. എന്താണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതാവും. പെട്ടെന്ന് ബോഡി കൊണ്ടുവന്നെങ്കിൽ തിരിക്കും. അപ്പോൾ തിരിക്കുമ്പോൾ തന്നെ ഇയാളൊന്ന് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ജസ്റ്റ് നമ്മളെ മൈൻഡ് ഒന്ന് അറയ്ക്കുന്ന സമയത്ത് ഈ തിരിഞ്ഞ് ഈ ചവിട്ട് വരും. എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ കളരിയിലും മാത്രമല്ല സാധാരണ എല്ലാ മാർഷ്യൽ ആർട്സിലുള്ളൊരു ചവിട്ടാണ്. ഒന്നുകിൽ നമ്മൾ ഇടത് കൊണ്ട് തിരിഞ്ഞ് ചവിട്ടും, അല്ലെങ്കിൽ ഇടത് വച്ച് വലത് കൊണ്ട് തിരിഞ്ഞ് ചവിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എതിരാളി പെട്ടെന്ന്, അതായത് ഈ തിരിഞ്ഞുള്ള ഈ അടി പ്രതീക്ഷിക്കില്ല. നമ്മൾ ഈ ഇടത് കാല് വയ്ക്കുമ്പോൾ ഇയാൾക്ക് നമ്മളെ മൂവ്മെൻറ്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ആ സമയത്ത് നമ്മൾ വച്ച് തിരിഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഈ സീനിൽ കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഈ തെക്കനിൽ തന്നെ പല വിഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ചൂടൽ വഴി എന്ന് പറയും. അതായത് ഈ ഹനുമാൻ വഴിയുടെയൊക്കെ ഒരു വിഭാഗമാണ് ഈ ചൂടൽ വഴി എന്ന് പറയും. നമ്മൾ ഒരു എതിരാളിയെ ശരീരത്തെ കയറി നിന്ന് ആക്രമിക്കുന്ന ഒരു രീതി. അപ്പോൾ അതാണ് സാധാരണ നമ്മൾ ഈ ഒരു രംഗത്ത് അതിൻ്റെ ഒരു വെർഷനാണ് നമ്മളിപ്പം കാണുന്നത്. അതായത് ഇയാൾ വരുമ്പം നമ്മൾ ചാടി ഇയാളെ ദേഹത്ത് കയറി ഇയാളെ പിടിച്ച് തറയിലിട്ട് പിടിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരാൾ അടിക്കുമ്പോൾ അടി ഒഴിഞ്ഞ് അതായത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഒഴിച്ചിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആയുധം കൊണ്ടല്ല, ഇതിലിപ്പോൾ തോക്കിട്ടാണ് അടിക്കുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ സാധാരണ ഒരു കുറുവടിയിട്ട് അടിക്കുകയാണ്. കുറുവടിയിട്ട് അടിക്കുമ്പോൾ ഈ വലത് കാല് മുന്നോട്ട് വെച്ച് ഒഴിഞ്ഞതിന് ശേഷം നിവർന്ന് കയറി ഇയാളെ തലയിൽ പ്രത്യേകിച്ച് കഴുത്തിലോ അല്ലെങ്കിൽ ഈ സീനിൽ കാണിക്കുന്ന കണ്ണിലിങ്ങനെ പിടിച്ച് നമ്മൾ വലിച്ച് തറയിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. ഒഴിഞ്ഞ് കയറി പിടിച്ച കണ്ണിൽ പിടിച്ച് അടിച്ചല്ല തറയിലിട്ട് ഇടി. ഈ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കളരിയിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഫൈറ്റ് രീതിയാണ്.